ഹലോ ഹായ്, ഞാൻ നൗഷാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ മൂന്നാമത്തെ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഓരോ വിളവെടുപ്പും ഓരോ ഘട്ടത്തിലും ഞാൻ എൻ്റെ ചാനലിൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് മൂന്നാമത്തെ വിളവെടുപ്പാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തിൽ നമുക്ക് 5 പ്രാവശ്യം 5 ടേമിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. അതായത് മെയ് മാസം മുതൽ ഒക്ടോബർ ലാസ്റ്റ് വരെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വിളവുകൾ കിട്ടുന്നതാണ്. മൂന്നാമത്തെ വിളവെടുപ്പാണ് ഞാനിത് ഇന്ന് നടത്താൻ പോകുന്നത്. അപ്പം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി എന്തുകൊണ്ടും നമുക്ക് ചെറിയൊരു സ്ഥലമുണ്ടെങ്കിലും ഒരു 10 സെൻറ്റ് സ്ഥലമായാലും 5 സെൻറ്റ് സ്ഥലമായാലും ഇനി വീടിൻ്റെ ടെറസായാലും വെയിൽ നന്നായിട്ട് കിട്ടുന്നൊരു ഭാഗം വേണമെന്നേ ഉള്ളൂ. നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഞാൻ എൻ്റെ ഈ ചട്ടിയിൽ ഒരു 16 ഇഞ്ച് ചട്ടിയിൽ സെറ്റ് ചെയ്ത ഇതൊക്കെ ഒരു 3 വർഷത്തിൽ കൂടുതലായ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ഇതിലൊക്കെ പഴങ്ങളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം വിളവെടുത്തു. ഇത് മൂന്നാമത്തെ വിളവെടുപ്പാണ് ഈ നടത്തുന്നത്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ചട്ടിയിലുള്ള നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതൊക്കെ നല്ല വലിയ പഴം തന്നെ നമുക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. ഇതൊരു ഡ്രമ്മ് മുറിച്ച് പകുതിയാക്കി അങ്ങനെ സെറ്റ് ചെയ്ത നമ്മുടെ കൃഷി രീതികളാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. ഇതിലൊക്കെ പഴങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ പഴങ്ങൾ ആയിട്ടുണ്ട്. കണ്ടില്ലേ. ഇതെല്ലാം നല്ല വലുപ്പത്തോട് നമ്മൾ ഇതുപോലെ കോൺക്രീറ്റ് പോസ്റ്റിൽ വേണമെങ്കിലും നമുക്ക് നിലത്തും സെറ്റ് ചെയ്യാം. നിലത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്കിത് വളർന്ന് കിട്ടുന്നതാണ്. ഇതൊക്കെ ഒരു 3 വർഷം പ്രായമായതാണ്. പക്ഷേ അത് ഡ്രമ്മിനാകാണിയും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്. നല്ല വളർച്ചയോട് കൂടി തന്നെ നമുക്ക് ഈ കോൺക്രീറ്റ് പോസ്റ്റിൽ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ രീതിയിൽ നമുക്ക് സ്ഥലമുണ്ടെങ്കിലും ഇത് ചെയ്ത് നമുക്ക് വരുമാനമുണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് കാറ്റസ് ഇനത്തിൽപ്പെട്ടതായതുകൊണ്ട് വേനൽക്കാലങ്ങളിൽ ആഴ്ചയിൽ 1-2 നന മാത്രമേ ഇതിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നന്നായിട്ട് വെള്ളം എല്ലാ ദിവസങ്ങളും നമ്മൾ പരിചരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്കില്ല. ഇനി ചെറിയൊരു സ്ഥലമായാലും നമുക്കിത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണ് നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ്. അതുപോലെ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണ്, നമ്മളൊരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഡ്രമ്മിലോ നമ്മൾ എങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുക എന്നുള്ള വീഡിയോ എൻ്റെ ഈ ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു വീഡിയോ ചെറിയ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതായത് നമ്മളൊരു ഡ്രമ്മിലോ ഒരു ചട്ടിയിലോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡ്രമ്മ് എടുക്കാൻ 50 ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ 100 ലിറ്ററിൻ്റെ ഡ്രമ്മ് എടുത്തു കഴിഞ്ഞാൽ അടിഭാഗം താഴെ ഭാഗം ചിലവർ ഈ മാവൻ തൈ വെക്കുമ്പോഴൊക്കെ സൈഡ് ഭാഗത്താണ് ഹോൾസ് എടുക്കുക. സൈഡ് ഭാഗത്ത് യാതൊരു കാരണവശാലും ഹോൾസ് എടുക്കരുത്, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ താഴെ ഭാഗം നന്നായിട്ട് ഹോൾസ് എടുക്കുക. ഒരു 5-10 ഹോൾസ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഓടിൻ്റെ കഷ്ണങ്ങൾ പൊട്ടിച്ച് വെക്കുക, മണ്ണ് ടൈറ്റ് ആകാത്ത രീതിയിൽ. അതിനുശേഷം PVC പൈപ്പ് വെക്കുന്നുണ്ടെങ്കിൽ സെൻറ്റർ ഭാഗത്ത് PVC പൈപ്പ് വെച്ച് പ്ലസ് ആകൃതിയിൽ അടിയിലേക്കും ഒരു കമ്പി ചൂടാക്കി പഴുപ്പിച്ച് കയറ്റുക. കുറച്ച് മുകളിലാക്കിയിട്ടും പ്ലസ് ആകൃതിയിൽ ഒരു കമ്പി ചൂടാക്കി പഴുപ്പിച്ച് കയറ്റുക. എന്നിട്ട് ബാലൻസ് ചെയ്ത് ലെവലാക്കിയിട്ട് അതിനെ PVC പൈപ്പിനെ സെറ്റ് ചെയ്യുക. ബാലൻസ് ചെയ്യണം. അതായത് ചെറിയ ചെരിവുണ്ടെങ്കിൽ അതിലേക്ക് ലോഡ് വന്ന് ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു കെട്ടി വീഴും. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഒരുപാട് ഹൈറ്റിലേക്ക് പോയി നമ്മുടെ കഴുത്തിനൊപ്പം മാത്രമേ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് ഹൈറ്റ് പാടുള്ളൂ. ഒരുപാട് ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് വിളവെടുക്കുന്നതും അതായത് വെയിറ്റ് കൊണ്ട് മറിഞ്ഞു കെട്ടി വീഴുന്നതുമാണ്. അപ്പോൾ ഒരു കാരണവശാലും കഴുത്തോടൊപ്പം, ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ല, എൻ്റെ കഴുത്തോടൊപ്പമേ ഞാൻ നിലത്ത് വെച്ച കൃഷി പോലും ഞാനിത് ചെയ്യും. അതിനുശേഷം മുകളിലേക്ക് നമ്മൾ ഇതുപോലെ പ്ലസ് ആകൃതിയിൽ തന്നെ കമ്പി വെച്ച് ഇത് കണ്ട ടയർ സെറ്റ് ചെയ്തിട്ടുണ്ട. മുകളിൽ ഇതുപോലൊരു ടയർ സെറ്റ് ചെയ്ത് ഇതിലേക്ക് മറിഞ്ഞ് വീഴുന്ന ഭാഗങ്ങളിലാണ് നിങ്ങൾ കാണാൻ പറ്റും. മുകളിൽ നിന്ന് മറിഞ്ഞ് താഴേക്ക് വീഴുന്ന ഭാഗങ്ങളിലാണ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ടാക്കുക. കണ്ടില്ലേ. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യം വിളവെടുത്തതാണ്. അതിനുശേഷം മൂന്നാമത് ഇപ്പം ആയ ഒരു വിളവെടുപ്പാണ് ഈ ഭാഗത്ത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പോട്ടിങ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് മണ്ണ്, മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്. അതായത് ഒരു ഭാഗം മണ്ണ്, ഒരു ഭാഗം മണൽ, ഒരു ഭാഗം അനുബന്ധ വളങ്ങൾ. ഇത് 3 തമ്മിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിക്ക് പോട്ടിങ് തയ്യാറാക്കാൻ. അതായത് നമ്മൾ നന്ന ചളിയാകാൻ പാടില്ല. നമ്മളിങ്ങനെ കയ്യിൽ വാരി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യണം, പുട്ടിന് നമ്മൾ അരി കുഴച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഒരു നനവുണ്ടാവും വേണം, എന്നാൽ ചളി ഉണ്ടാകാനും പാടില്ല. ആ രീതിയിലായിരിക്കണം മണ്ണ്. ഇനി മഴ വന്നു കഴിഞ്ഞാലും അതിലേക്ക് ചളി കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മണൽ ചേർക്കാൻ പറയുന്നത്, ഇളക്കമുള്ള മണ്ണ്. ചകിരിച്ചോറ് ചേർത്ത് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം കെട്ടി നിൽക്കും. ഡ്രാഗൺ ഫ്രൂട്ട്സ് കാറ്റസ് ഇനത്തിൽപ്പെട്ടതാണ്. വേര് അഴുകി തൈകളില്ലാതെയായിപ്പോൾ കൂടുതലായിട്ടും ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് ഫംഗൽ രോഗങ്ങളും വരുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ അടിയിൽ വെള്ളം കെട്ടി നിന്ന് ഫംഗൽ വരാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ മാസത്തിൽ മഴക്കാലത്ത് 2 പ്രാവശ്യമെങ്കിലും നമ്മൾ സാഫ് പോലുള്ള ഫംഗിസൈഡ്
ഇലകളിൽ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ വർഷത്തിൽ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചിലവർ ചെയ്യുന്നതാണ് ഒരു ചട്ടിയിലോ ഡ്രമ്മിലോ സെറ്റ് ചെയ്യുമ്പോൾ മണ്ണ് നിറച്ച് നമ്മൾ പോട്ടിങ് തയ്യാറാക്കി ഫുൾ ഭാഗം മണ്ണിട്ട് ഉറപ്പിക്കുക. 25% മാത്രമേ മണ്ണ് ഇടാൻ പാടുള്ളൂ. നമ്മുടെ ഈ പോട്ടിങ് തയ്യാറാക്കിയിട്ട് നിറക്കാൻ പാടുള്ളൂ. ബാക്കി 75% ഡ്രമ്മിൽ സ്പേസ് വേണം. ഇതിനെന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയുടെ വേരുകൾ മുകളിൽ നിന്നാണ് വരിക. അതായത് നിങ്ങൾക്ക് കൃഷി ചെയ്യുമ്പോൾ അത് മനസ്സിലാവും, മുകളിൽ നിന്നാണ് വേര് പൊട്ടി വരിക. അപ്പം അതിന് താഴ് വേരുകളില്ല, നാരായ വേരുകളാണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷങ്ങളിലും ഈ പോട്ടിങ് പിന്നീട് നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടേയിരിക്കണം. അത് ഇട്ട് കൊടുക്കുമ്പോൾ 20 മുതൽ 25 വർഷം വരെ ഇതിന് ആയുസുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്കുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി വീട്ടാവശ്യത്തിനായാലും 1-2 ചട്ടിയിൽ വെച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് വിളവെടുപ്പ്, 3ാമത്തെ വിളവെടുപ്പ് നടത്തലാണ്. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ പിടിച്ച് തിരിച്ച് കട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതിൻ്റെ ഈ തണ്ട് കുറച്ച് ഭാഗം ഇതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് 2-3 ദിവസമോ നമുക്ക് ഈ വീട്ടിൽ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് സൂക്ഷിച്ച് വെക്കാൻ പറ്റുകയുള്ളൂ. നമ്മളിത് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകുന്നതാണ്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് ഉറുമ്പ് കയറി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി നശിച്ചു പോകുന്നതാണ്. ഇതാ ഇതിനെ കട്ട് ചെയ്യുന്നതൊന്നും കൂടെ കാണിച്ചു തരാം. ഇതാ ഈ ഭാഗം പിടിക്കുക, ഇങ്ങനെ പിടിച്ച് കുറച്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് മാറി നമ്മൾ ഈ രീതിയിൽ വേണം നമ്മൾ വിളവെടുത്ത് നടത്താൻ വേണ്ടിയിട്ട്. ഇതാ ഈ രീതിയിൽ വേണം നമ്മൾക്ക് നടത്താൻ വേണ്ടി. ഇതിപ്പോൾ ഒരു 3 പഴം കൂടി ഏകദേശം ഒരു 2 കിലോയിൽ മേലെ തൂക്കം ഉണ്ടാവും. നിങ്ങൾ ഈ കാണുന്നതൊക്കെ 1 വർഷം മാത്രം പ്രായം. ഇത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ പ്ലാന്റ് ചെയ്ത പ്ലാന്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്കിതുപോലെ ആയി കിട്ടും. ഇത് കണ്ട് എല്ലാം താഴേക്ക് ഇങ്ങനെ മറിഞ്ഞ് വീണിട്ട് അതിലേക്ക് ഇങ്ങനെ 1-2 പഴങ്ങൾ ഓരോ ഇതിലും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ വർഷം കഴിയും തോറും നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് വിളവുകൾ കൂടുതൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ വർഷം കുറച്ച് വിളവെടുക്കാൻ പറ്റി. അതുപോലെ ഞാനേതായാലും ഇതിനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. എല്ലാ ഇതിലും ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നതാണ്. എന്നാലും ഈ മഴക്കാലത്ത് നമുക്കിതിൻ്റെ റിവ്യൂ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. നല്ല മധുരമുണ്ട്. കാരണം ഇത്രയും മഴ പെയ്തിട്ടും ഞാൻ പ്രത്യേകിച്ച് ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അതായത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ആട്ടുംകാട്ടം, കോഴിക്കാട്ടം, ഇങ്ങനെയുള്ള ജൈവ രീതിയിലാണ് നമ്മുടെ ഇത് കൃഷി രീതികൾ. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിങ്സോ വേര് പിടിപ്പിച്ച തൈകളോ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. കട്ടിങ്സിന് 1 അടിയുടെ കട്ടിങ്സിന് വരുന്നത് 50 രൂപയും അതുപോലെ വേര് പിടിപ്പിച്ച തൈകൾക്ക് വരുന്നത് സ്റ്റാർട്ടിങ് 100 രൂപയുമാണ് ചാർജ് വരുന്നത്. അതായത് പഴങ്ങളുണ്ടായ തൈയിൽ നിന്ന് മാത്രമാണ് ഞാൻ കട്ടിങ്സ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഞാൻ ഇന്ന് വിളവെടുത്ത നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സാണ് ഈ കാണുന്നത്. എൻ്റെ ഈ ഗാർഡനിൽ സെറ്റ് ചെയ്ത ചട്ടിയിൽ നിന്നും ഡ്രമ്മിൽ നിന്നും നിലത്തൊക്കെ ആയിട്ടും സെറ്റ് ചെയ്ത എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയിൽ നിന്നും വിളവെടുത്ത എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്സാണ് ഈ കാണുന്നത്. നമുക്ക് ഇതുപോലെ 5 പ്രാവശ്യമെങ്കിലും നമുക്ക് ചെറിയൊരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് വിളവെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.